വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ബൈക്ക് ഫോട്ടോസിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രിസ്റ്റാണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അത് നിങ്ങൾ താഴെ കൊടുത്ത ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രിസെറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കുറേ ഇവിടെ എഴുതിയിട്ട് കാണാൻ കഴിയും. അപ്പം കുറേ താഴോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞിട്ടൊരു റെഡ് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റെഡ് ബോക്സിന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലോഡായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ പുതിയൊരു പേജിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ വന്നിട്ട് കാണാൻ കഴിയും. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രിസെറ്റിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം നമുക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് മേലെ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും കൊടുക്കുന്ന പോലെ തന്നെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പാസ്വേഡ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു പാസ്വേഡ് അവർ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് DNG ഫോർമാറ്റിലേക്ക് വേണോ അല്ലെങ്കിൽ XMB ഫോർമാറ്റിലേക്ക് വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈലാണ് എഡിറ്റ് ചെയ്ത് നിങ്ങൾ DNG ചൂസ് ചെയ്യുക. അതല്ല ഫോട്ടോഷോപ്പിൽ ലൈറ്റ്റൂം CCയിലോ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് XMB ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ആ ഒരു പ്രിസെറ്റ് ഓപ്പൺ ചെയ്ത് ലൈറ്റ്റൂമിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ്റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലൈറ്റ്റൂം ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ്റൂം ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇതാണ് നമ്മളെ ഒരു പ്രിസെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈലിൽ പ്രിസെറ്റ് ഉണ്ടാകാം. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ ആ ഒരു കോപ്പി സെറ്റിംഗ് കൊടുക്കുക. അത് ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി സെറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ നിങ്ങൾ എടുക്കുക. അതിനുശേഷം മേലത്തെ ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. പേജ് സെറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എഡിറ്റ് നിങ്ങൾക്ക് വലിയൊരു ഫോട്ടോനെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത്ര മാത്രം ചെയ്താൽ പോലെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഫോട്ടോ തന്നെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ആ ഒരു ബൈക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ നോക്കുക. അതായത് ബൈക്കും എല്ലാം ഒരേപോലത്തെ കളറാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ബൈക്ക് കുറച്ച് ബ്ലാക്കിഷ് ആയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു ബൈക്ക് ഫുള്ളൊന്ന് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ബ്രഷ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റും ഷാഡോസും എക്സ്പോഷറും എല്ലാം ഒന്ന് മൈനസ് ചെയ്യാണ്. കാരണം കുറച്ചും കൂടി ഒന്ന് ബ്ലാക്ക് ആയിട്ട് അതും കൂടി ഒന്ന് ഹൈലൈറ്റ് എടുത്ത് കാണിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതൊന്നും ചെയ്യാം. അതിനുശേഷം നിങ്ങൾ നോക്കി കാണാൻ കഴിയും ആ ഒരു ബൈക്കിൻ്റെ ടയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൺ കളറാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടയറിൻ്റെ കളറും കൂടി ഒന്ന് മാറ്റണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി സെലക്ട് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബ്രഷ് ടൂൾ പിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു ടയർ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അതായത് ടയറിൻ്റെ എക്സ്പോഷറും അതുപോലെ സാച്ചുറേഷനും എല്ലാം ഒന്ന് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു കറക്റ്റ് ടയറിൻ്റെ ആ ഒരു ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോട്ടോ കുറച്ചും കൂടി ലുക്കാക്കി എടുക്കാൻ പറ്റും. സോ നമ്മൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങളുടെ ഫോട്ടോന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോ നല്ല പക്കയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള നിങ്ങൾ ഫോട്ടോനൊക്കെ ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലത്തെ ഒരു വീടിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോനാണെങ്കിൽ ഈ ഒരു പ്രിസെറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇതുപോലത്തെ ലൈറ്റ്റൂം പ്രീസെറ്റ്സ് വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഗൈസ്.